പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. സ്വർഗവും ഭൂമിയും തമ്മിലുള്ളൊരു കച്ചവടത്തിൻ്റെ കഥ പറയുന്ന തിരുനാളാണ് ക്രിസ്തുമസ്. ഈ കച്ചവടത്തിൽ സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് നേട്ടവുമാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ വസിക്കേണ്ട ഉണ്ണി സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്തുമസ്. ഇന്നു മുതൽ അവൻ നമുക്ക് സ്വന്തം. നമ്മളൊക്കെ പറഞ്ഞു കേട്ട, നമ്മളൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദൈവികമായ സങ്കല്പങ്ങളെ അതിലംഘിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഈ പിറവി തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുകയാണ്. ദൈവമായി ജീവിക്കേണ്ടവൻ മനുഷ്യനായി മാറിയെന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ദൈവമാണ് എന്ന് മറന്നുപോയ തിരുനാളാണ് ക്രിസ്തുമസ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന പാതിരാവിൻ്റെ കഥയാണ് ക്രിസ്തുമസ് നമുക്ക് പറഞ്ഞു തരിക. അങ്ങനെ ക്രിസ്തുമസിൻ്റെ വിശേഷണങ്ങൾ ഏറെയാണ്.